നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിലായി കണ്ണൂർ സെൻട്രൽ ജയിൽ മാറുന്നു. നെറ്റ് സീറോ കാർബൺ ജയിലായി മാറുന്നതിന്റെ ഭാഗമായുള്ള കാർബൺ അളവ് കണക്കാക്കുന്ന പരിശീലന പദ്ധതി നവകേരള കർമ്മ പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി.എൻ. സീമ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് ഈ ഹരിത സ്പർശം എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് ഹരിത കേരള മിഷൻ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹരിത കേരള മിഷൻ ഇത്രയും പ്രാധാന്യം നൽകുന്നത്. ഇവിടെ നടന്നു വരുന്ന ഇന്ന് സുഗന്ധവീഥി എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്കുകൾ, സഹകരണ ബാങ്കുകളൊന്നായിട്ടുള്ള കതിരൂർ സെൻട്രൽ പ്രിസണുമായിട്ട് കൈകോർത്തപ്പോൾ ജയിലിന്റെ ഒരു അന്തരീക്ഷത്തെ തന്നെ മാറ്റുന്ന തരത്തിൽ പൊതുസമൂഹവും ജയിലുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അവരുടെ സങ്കല്പങ്ങളിൽ തന്നെ മാറ്റം വരുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമായിട്ട് അത് മാറുകയാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഹരിത കേരള മിഷൻ മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രത്യേകിച്ച് ജൈവികമായി ഉണ്ടാക്കുന്ന പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഇതിന്റെ സംരക്ഷണമൊക്കെയാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ എല്ലാ പ്രവർത്തനങ്ങളും സെൻട്രൽ ജയിലിൽ ഇതിനകം തന്നെ വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ മരങ്ങളുടെ മുഴുവൻ വൃക്ഷങ്ങളുടെയും 4000-ഓളം വരുന്ന വൃക്ഷങ്ങളുടെ മുഴുവൻ കണക്ക് ഇവിടെ ശേഖരിച്ചിട്ട്, വെറും കണക്കുകൾ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ശേഖരിച്ചിട്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജയിലിന് നൽകിയ 1000 കുറ്റിമുല്ല തൈകളും 400 മൺചെടിച്ചട്ടിയും ഡോക്ടർ ടി.എൻ. സീമ ഏറ്റുവാങ്ങി. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ. വേണു അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സൂപ്രണ്ട് ടി.ജെ. പ്രവീഷ്, വെൽഫെയർ ഓഫീസർ രാജേഷ്, സെൻട്രൽ പ്രിസൺ ഹരിത സ്പർശം കോർഡിനേറ്റർ എ. കെ. ഷിനോജ്, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ. കെ. സോമശേഖരൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ. എം. സുനിൽകുമാർ, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, KJEOA സംസ്ഥാന സെക്രട്ടറി പി. ടി. സന്തോഷ്, മേഖലാ സെക്രട്ടറി കെ. ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു.